നമസ്കാരം. ലോകത്ത് ഏറ്റവും അധികം വിദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. പണ്ട് മുതലേ തന്നെ വലിയ കനത്ത തോതിലുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ വിദഗ്ധരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ശമ്പള ആനുകൂല്യങ്ങൾ കുറയ്ക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചതായിട്ടാണ് ഇപ്പോൾ പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഭാവിയിലെ ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള വലിയ ചെലവുകളൊക്കെ കണക്കാക്കി ഇപ്പോഴേ തന്നെ അതിനൊരു മുൻകരുതൽ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. വിഷൻ 2030 എന്ന സൗദിയിലെ സൽമാൻ രാജകുമാരൻ്റെ വലിയൊരു സങ്കല്പ പദ്ധതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ഏതാണ്ട് പകുതിയോളം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ. മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഈ എണ്ണയുടെ മാത്രം വിൽപ്പന കൊണ്ട് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വിൽപ്പന കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം സൗദി അറേബ്യ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് വിവിധ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ AI പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അത് ജോലി ചെയ്യാൻ കഴിയുന്ന വിദഗ്ധരായ തൊഴിലാളികളുണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി ശമ്പളം വേണമെങ്കിലും നൽകി കൊണ്ടുവരാനും സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ തൊഴിൽ മേഖലകളിലുള്ള ഉയർന്ന ശമ്പളം കുറയ്ക്കുമ്പോഴും അതിവൈദഗ്ധ്യം ആവശ്യമായിട്ടുള്ള മേഖലകളിലെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സൗദി അറേബ്യയുടെ ഈ ഒരു നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. ഗൾഫിലെ മറ്റൊരു പ്രമുഖ തൊഴിൽ ദാതാവായ UAE അപേക്ഷിച്ച് പലപ്പോഴും പല മേഖലകളിലും ശമ്പളം വളരെ കൂടുതലാണ് സൗദി അറേബ്യയിലെന്നാണ് പറയപ്പെടുന്നത്. ഇവ തമ്മിൽ 5 മുതൽ 8 വരെ ശതമാനം വ്യത്യാസമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് അതിവൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾക്ക് UAE ഒരാൾക്ക് കിട്ടുന്നത് $60,000 ശമ്പളമെങ്കിൽ അത് സൗദി അറേബ്യയിൽ $1,00,000 ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു വലിയ വ്യത്യാസം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല തദ്ദേശീയരായ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതിനും ഇപ്പോൾ സൗദി അറേബ്യ തീരുമാനമെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയിലെ തദ്ദേശീയരായ തൊഴിൽ രഹിതരുടെ എണ്ണവും വളരെ കുറഞ്ഞതും ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പരമാവധി തദ്ദേശീയരെ കൊണ്ട് തന്നെ പ്രമുഖമായ മേഖലകളിൽ പണിയെടുപ്പിക്കണം എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ ആഗ്രഹമെങ്കിലും അതിനാവശ്യമായ ജീവനക്കാരെ പലപ്പോഴും കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദേശത്ത് നിന്ന് ആളുകളെ അവർ റിക്രൂട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം ധാരാളം ധനമുണ്ട്. ഈ ഇത്തരത്തിലുള്ള വിദഗ്ധ പ്രൊഫഷണലുകളുടെ വലിയൊരു ബയോഡാറ്റ ശേഖരം അവരുടെ കൈവശമുണ്ട്. ആരെ വേണമെങ്കിലും അവർക്ക് ഇതിനായി നിയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഭാവിയെ കണക്കാക്കി ഇത്തരത്തിൽ വലിയ വാരിക്കോരി ശമ്പളം കൊടുത്ത് രാജ്യത്തിൻ്റെ ഖജനാവ് കാലിയാക്കുന്നതിനേക്കാളും നല്ലത് വൈദഗ്ധ്യം ആവശ്യമായ മേഖലയിലെ തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളം നൽകിക്കൊണ്ട് തന്നെ അവരെ കൂടുതൽ ആകർഷിക്കുകയും അല്ലാത്ത മേഖലകളൊക്കെ തന്നെ സാധാരണ ശമ്പളം നൽകി മുന്നോട്ട് പോകാനുമാണ് സൗദി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. സൗദി അറേബ്യയുടെ പുനർനിർമ്മാണത്തിനായൊക്കെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ സേവനം അവർ ഉപയോഗിച്ചിരുന്നു. അത് അക്കാര്യം എക്കാലത്തും സൗദി ഭരണാധികാരികൾ നന്ദിയോടെ തന്നെ അനുസ്മരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ സാമ്പത്തിക മേഖലയിലെ ലോകക്രമങ്ങളൊക്കെ തന്നെ മാറി മറിയുന്നൊരു സന്ദർഭത്തിൽ ഇനിയും ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ അത് ഭാവിയിൽ അവരെ ബാധിക്കും എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് സൗദി അറേബ്യ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. വിഷൻ 2030 പൂർത്തിയാക്കുന്നതിന് വേണ്ടി $500 ബില്യൺ സൗദി അറേബ്യ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയൊരു പണച്ചെലവും ഒക്കെ തന്നെ ഭാവിയിൽ തങ്ങളുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള വിദഗ്ധരായ ജീവനക്കാർക്ക് വലിയ ശമ്പളം നൽകുക, ഒപ്പം സാധാരണ തൊഴിലുകൾക്ക് സാധാരണ രീതിയിൽ തന്നെയുള്ള വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ശമ്പളം നൽകി തൽക്കാലത്തേക്ക് സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്.